ഉണ്ടാകും. സാമ്പത്തിക മേഖലകൾ ഇടിഞ്ഞപ്പോൾ, അത് നഷ്ടമായപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ ഒരുപക്ഷെ ഉപേക്ഷിച്ചിട്ടുണ്ടാകും. നമ്മുടെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നെ പോയി കഴിഞ്ഞു കാണുമായിരിക്കും. ഈശോ പറയുന്നു, യേശു ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. എന്റെ സമാധാനം ലോകം തരുന്ന സന്തോഷമല്ല, സമാധാനമല്ല, നിത്യം നിലനിൽക്കുന്ന ശാശ്വതമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. യേശു ക്രിസ്തു നൽകുന്ന യേശു ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ ഭരിക്കാൻ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിട്ടുണ്ടായെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ആ സമാധാനം കടന്നു വരാൻ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കണം. യേശു ക്രിസ്തുവിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്തണം. നിങ്ങളുടെ കുടുംബങ്ങൾ യേശു ക്രിസ്തുവിൽ പടുത്തുയർത്തപ്പെടുന്ന കുടുംബങ്ങളാണ് എങ്കിൽ ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും നിങ്ങളുടെ ജീവിതങ്ങളെ തകർത്തു കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ ഈശോ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, പാറമേൽ ഭവനം പണിത വീടും പൂഴിയിൽ ഭവനം പണിത വീടും തമ്മിലുള്ള വ്യത്യാസം വിശുദ്ധ ബൈബിളിൽ മത്തായി സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പാറമേൽ ഭവനം പണിതിട്ടുണ്ട് എങ്കിൽ അത് കാറ്റും കോലും തിരമാലകൾ മാഞ്ചടിച്ചാലും അതിനെ തകർക്കാൻ അതിന് കഴിയില്ല. കാരണം അത് ബലിഷ്ഠമായ പാറമേൽ പണിതുയർത്തിയതാണ്. എന്നാൽ പൂഴിയിൽ മണ്ണിൽ പണിതുയർത്തിയ ഭവനം പെട്ടെന്ന് നശിച്ചു പോകും. കാറ്റും കോളും വന്നാൽ, പേമാരി വന്നാൽ, കാറ്റ് അതിശക്തമായി ഊരിയാൽ അത് തകർന്നു പോകും. കാരണം അതിന്റെ ഫൗണ്ടേഷൻ ബലവത്തായതല്ല. നമുക്കറിയാം, നമ്മൾ ഭവനങ്ങൾ പണിയുന്നവരാണ്, ബിസിനസ് വ്യാപാരങ്ങൾ പണിയുന്നവരാണ്, വ്യാപാര കേന്ദ്രങ്ങൾ പണിയുന്നവരാണ്, ബിൽഡിങ്ങുകൾ പണിയുന്നവരാണ്. നമ്മൾ അതിന്റെ അടിസ്ഥാനം വളരെ ബലിഷ്ഠമായ രീതിയിൽ പണിയും. കാരണം അത് എത്ര മാത്രം ജലപ്രളയം വന്നാലും കൊടുങ്കാറ്റടിച്ചാലും അത് തകർന്നു പോകാതിരിക്കാൻ, വലിയ മഴ പെയ്താലും തകർന്നു പോകാതിരിക്കാൻ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തു പറയുന്നത്, ഇപ്രകാരം പഠിപ്പിക്കുന്നത്, പാറമേൽ ഭവനം പണിത ഒരുവന്റെ ഭവനം തകർന്നു പോവുകയില്ല. കാറ്റടിച്ചാലും മഴ പെയ്താലും പേമാരി പെയ്താലും ജലപ്രളയം വന്നാലും അതിനെ തകർത്ത് കളയാൻ പറ്റില്ല. കാരണം അതിന്റെ അടിസ്ഥാനം ബലിഷ്ഠമാണ്. ഇതുപോലെ നിന്റെ ജീവിതം ഇന്ന് ബലക്ഷയം സംഭവിച്ചതാണ് എങ്കിൽ, നിന്റെ അധ്വാന മേഖലകൾ ഇന്ന് തകരുന്ന അവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നവനാണ് എങ്കിൽ, നിന്റെ ജീവിതത്തെ അടിസ്ഥാനമിടണം. അതാ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാണ് അടിസ്ഥാനത്തിൽ നിന്റെ ഭവനത്തെ നീ പണിതാൽ നിന്റെ ജീവിതങ്ങൾ തകർന്നു പോകില്ല, നിന്റെ കുടുംബം തകർന്നു പോകില്ല, നിന്റെ അധ്വാന മേഖലകൾ തകർന്നു പോകില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ അപ്പസ്തോല പ്രവർത്തനം എന്ന് പറയുന്ന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം ആ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 11, 12 വചനങ്ങളിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ല്